ഹായ് നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഫോണിലൊക്കെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഈ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു സംഭവം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണിൽ ചിലപ്പം പല ആപ്ലിക്കേഷൻസുകളും ഡൗൺലോഡ് ആവും. അതുമാത്രമല്ല പല വെബ്സൈറ്റുകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. ഇത് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം ഒരുപക്ഷെ പല ആൾക്കാർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ സോങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം ഡൗൺലോഡ് എന്നുള്ള ആ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ആവുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടുന്ന് നമ്മളെ പുതിയൊരു ടാബിലേക്ക് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അവിടെ കാണിക്കുന്നത് നമ്മുടെ ഫോണിൽ വൈറസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വൈറസ് എല്ലാം എടുത്ത് കളാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ സ്പേസ് ഫ്രീ ആക്കാനായിട്ട് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്റർനെറ്റ് സേഫ് അല്ല, നിങ്ങൾ ഈ ബ്രൗസിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ബ്രൗസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല ആപ്ലിക്കേഷൻസുകളും ഇതേപോലൊക്കെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യിപ്പിക്കും നമ്മളെ. എന്നിട്ട് അവിടെയും കാണും ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഡൗൺലോഡ് കൊടുത്തു, അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിരിക്കും ഈ ഡൗൺലോഡ്. നമ്മൾ അവിടെയും പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. എന്താണ് അവിടെ ഡൗൺലോഡ് ആകുന്നത് പോലും ചിലപ്പോൾ നമ്മൾ ആലോചിക്കത്തില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വലിയ അറിവില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പം വൈറസ് എഫക്റ്റ് ആണ്, നമ്മുടെ ഫോണിൽ വൈറസ് എഫക്റ്റ്, അപ്പോൾ ഇതങ്ങ് ഇൻസ്റ്റാൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് സാധനം ഇൻസ്റ്റാൾ ചെയ്യും, നമ്മുടെ ഫോണിൽ അത് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഫ്രീ ഓഫ് സ്പേസും ഇതേപോലെ തന്നെ. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ, നമ്മൾ ആ ഒരു സോങ്ങോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു സംഭവം നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ മറ്റേതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അത് എല്ലായ്പ്പോഴും നമ്മൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ പാർട്ടൊന്നും ആയിരിക്കത്തില്ല. മറ്റേതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിലേക്ക് നമ്മളെ റീഡയറക്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ഈ പ്ലേ സ്റ്റോറിന് വെളിയിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ എന്നൊക്കെ, ഇന്ന സംഭവം ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് പലതും കാണിക്കും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്, അതുപോലെ ഡൗൺലോഡ് ചെയ്യരുത്. ചിലപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവം ഡൗൺലോഡ് ആവുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മൾ ഇങ്ങനെ പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പൊക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നിങ്ങൾ ഇതേപോലെ ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ടാബായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സംഭവം മനസ്സിലാക്കിക്കോളുക. അതുപോലെ തന്നെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടാബ് മാത്രം എടുത്തിട്ട് ആ ഒരു ടാബ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാലും നമുക്ക് നമ്മൾ വന്നിട്ടുള്ള ആ ഒരു പഴയ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ കാണിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ചിലപ്പം പ്രശ്നക്കാരനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കത്തില്ല. നമുക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും. പക്ഷേ എന്ത് തന്നെയായാലും അത് പ്ലേ സ്റ്റോറിന് വെളിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം അതെന്തായാലും സേഫ് ആയിട്ടുള്ളൊരു സംഭവമല്ല, അതൊരു പാർട്ടോടെ നിൽക്കട്ടെ. ഇനി എല്ലായ്പ്പോഴും ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ വരും എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വെബ്സൈറ്റിലേക്ക് നമ്മളെ റീഡയറക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ വരും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ ഈ ഒരു സംഭവം ഓർത്ത് വെച്ചിരിക്കുക. ഒരു കാരണവശാലും ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോയിട്ട് പിന്നീട് വരുന്ന ടാബിലൊന്നും പോയിട്ട്, അല്ലെങ്കിൽ പിന്നീട് ക്രിയേറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ടാബിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ ഒക്കെ വരുന്ന സമയത്ത് ഒരിക്കലും ഒന്നും പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിൽ കൊണ്ടുപോയിട്ട് വെക്കരുത്. ഇനി ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ, അതായത് നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഡൗൺലോഡ്സിൽ പോയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഇതേപോലുള്ള APK ഫയൽസുകൾ നിങ്ങൾ പോലും അറിയാതെ ഏതെങ്കിലുമൊക്കെ APK ഫയൽസുകൾ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡായി കിടപ്പുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫയൽസുകൾ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡായി കിടപ്പുണ്ടോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞു വന്ന സംഭവത്തിൻ്റെ ഒരു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇത് മെയിനായിട്ടും എനിക്കൊന്ന് ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് പുതിയൊരു ടാബിലേക്ക് പോകുകയാണെന്നുള്ള കാര്യം ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ ഒരു ഏജ്ഡായിട്ടുള്ള ആൾക്കാർ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഓഫീസ് പർപ്പസിനൊക്കെ ചിലപ്പം ഈ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയണമെന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും അവർ ഈ വരുന്ന ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചിലപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആ ഒരു ഫയലാണെന്ന് കരുതിയിട്ട് അതുകൂടെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പം ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. എല്ലാവരും ഈ ഒരു സംഭവം ഓർത്ത് വെച്ചേക്കാം. ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഉറപ്പാക്കിയതിന് ശേഷം മാത്രം സംഭവം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു സംഭവങ്ങളും വിശ്വസിക്കാൻ പറ്റത്തില്ല. യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു, ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു, അത് ഹാക്കിങ് ഇവിടെ ഹാക്കിങ്, എല്ലാം ഹാക്കിങ്ങും, ഡേറ്റാസ് ചോരുന്നു, അവിടെ ചോരുന്നു, ഇവിടെ ചോരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ചോരുന്ന ന്യൂസുകൾ. അപ്പോൾ പരമാവധി എല്ലാവരും നമ്മുടെ ഡേറ്റാസുകളും നമ്മുടെ പ്രൈവസിയൊക്കെ പരമാവധി നമ്മളിൽ തന്നെ സേഫ് ആക്കി തന്നെ വെക്കുക.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് ഓളം ഞെക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടൻസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു ടെക്നോളജി കണ്ടന്റ് എടുക്കാം.